പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സോളജി ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മെയിൽ സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ ഓരോ പാർട്ടുകളെക്കുറിച്ചും അവയുടെ ഫങ്ഷനെക്കുറിച്ചുമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോ ലെസന് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇന്ന് പുതിയ ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Female reproductive system consists of three parts. First one is called ovaries. Ovaries. A pair of ovaries are present in a female. Second part of reproductive system is accessory duct. Accessory duct. Second part of reproductive system is accessory duct. And the third part of reproductive system is called external genitalia. These are the three parts of female reproductive system. ഈ ഓരോ ഭാഗങ്ങളും അതിലുള്ള സബ് പാർട്ടുകളും അവയുടെ ഫങ്ഷനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ലെസണിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ഓവറീസ്. A pair of ovaries are present in female. It is the primary sex organ of female. Primary sex organ means it produces female gametes, that's called ova. You know, female gametesകളെ നമ്മൾ ഓവ എന്നാണ് പറയുക. അതിൻ്റെ സിംഗിൾ ആണ് ഓവം. And it also produces steroid ovarian hormones. You know, you have studied in the last year, two type of steroid ovarian hormones are there. First one estrogen and second one is progesterone. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. Each ovary has 2 to 4 centimeter in length. 2 to 4 centimeter in length, and they are located on both sides of the lower abdomen, and it is connected to the pelvic wall and uterus by ligaments. അപ്പോൾ ലിഗമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, ലിഗമെൻറ്റ്സ് എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ഓവറികളെയും ഫീമെയിൽ ബോഡിയുടെ പെൽവിക് വാളുമായിട്ടും അതോടൊപ്പം യൂട്രസുമായിട്ടും കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ യൂട്രസിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഓവറീസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓവറീസിനെ പെൽവിക് വാളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓവറിയെ പെൽവിക് വാളുമായിട്ടും യൂട്രസുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓവറിയുടെ ഒരു സിമ്പിൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ, ഓവറിയുടെ പ്രത്യേകത ഇങ്ങനെ രണ്ട് ഓവറീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദ ഓവറി ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയം. ഈച്ച് ഓവറി ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയം. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് എൻക്ലോസ് ദ സ്ട്രോമ. ബാക്കിയുള്ള ഈ ക്യാവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓവറിയൻ സ്ട്രോമ എന്നാണ് പറയുക. അപ്പോൾ ഓവറിയുടെ ഏറ്റവും പുറത്തായിട്ട് ഒരു തിൻ എപ്പിത്തീലിയൽ കവറിങ് ഉണ്ടായിരിക്കും. ശേഷം ഉള്ളിലൊരു ക്യാവിറ്റി ആയിരിക്കും. ആ ക്യാവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓവറിയൻ സ്ട്രോമ എന്നാണ് പറയുക. ഈ സ്ട്രോമയുടെ ഔട്ടർ ഭാഗത്ത് നമ്മൾ സാധാരണ പറയുന്ന പേര് തന്നെ കോർട്ടെക്സ് എന്നും ഇതിൻ്റെ ഇന്നർ ഭാഗത്തെ മെഡുല്ല എന്നുമാണ് പറയുക. ദ ഓവറിയൻ സ്ട്രോമ ഹാസ് ദ ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. ഓവറി കണ്ടെയ്ൻ എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ദാറ്റ് ഗ്രൂപ്പ് ഓഫ് സെൽ ഈസ് കോൾഡ് ഓവറിയൻ ഫോളിക്കിൾസ് എന്ന് പറയും. ഓവറിയൻ ഫോളിക്കിൾസ്. ഓവറിക്കകത്തുള്ള അറകളെ നമ്മൾ പറയുന്ന പേരാണ് ഓവറിയൻ ഫോളിക്കിൾസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ അറകളായിട്ടായിരിക്കും ഉണ്ടാകും. ഈ ഓരോ അറകളെയാണ് നമ്മൾ ഓവറിയൻ ഫോളിക്കിൾസ്. അപ്പോൾ ഈച്ച് ഓവറി കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഓവറിയൻ ഫോളിക്കിൾ ആൻഡ് ഈച്ച് ഫോളിക്കിൾ ക്യാരി എ സെൻട്രലി പ്ലേസ്ഡ് ഓവ. ഓരോ ഫോളിക്കിളിനകത്തും ഓവ എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും.
ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ മെച്ചോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇവിടുത്തെ ഏറ്റവും ഇത് പ്രൈമറി ഫോളിക്കിൾസ് ആണ് പറയുക. ഇതിൻ്റെ ഓവറിയുടെ ഘടന പിന്നീട് വ്യക്തമായിട്ട് നമ്മൾ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക, ഇതാണ് ഓവറിയൻ ഫോളിക്കിൾ. ഓരോ ഫോളിക്കിളിനകത്തും ഓവ ഉണ്ടായിരിക്കും. ചിലത് ഇവിടെ ഇമ്മച്ചുവർ ഓവയായിക്കാരം, ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ തന്നെ മെച്ചോർഡ് ഓവയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറിയുടെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുക. The next part of female reproductive system is accessory duct. There are mainly 3 accessory ducts are present in female system. First one is called oviduct or fallopian tube. It is a pair, so 2 in number. And second duct is called uterus, and third duct is called vagina. Uterus is otherwise called womb. Womb എന്നാണ് അറിയപ്പെടുന്നത്. വോംബ് ടു ടോംബ് നേട്ടില്ലേ, ടോംബ് എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ, അപ്പോൾ വോംബ് ടു ടോംബ് എന്നുള്ളൊരു പ്രയോഗം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ 3 പാർട്ട് ഓഫ് അക്സസറി ഡക്റ്റ്. നമുക്ക് ഇനി ഓരോ ഭാഗങ്ങളെയും കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ഓവിഡക്റ്റ്, എന്താണ് യൂട്രസ്, എന്താണ് വജൈന, ഈ 3 ഡക്റ്റുകളെക്കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് ഓവിഡക്റ്റ്. ഇറ്റ്സ് അതർവൈസ് കോൾഡ് ഫെലോപ്പിയൻ ട്യൂബ്. ഇറ്റ് ഈസ് എ മസ്കുലർ ട്യൂബ്. മസിൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ട്യൂബ് ലൈക്ക് ഓർഗൻസാണ് ഓവറീസ്. ഇറ്റ് ഹാസ് 10 to 12 centimeter long and it has 3 parts. Oviduct has 3 parts. First part is called infundibulum, second part is called ambula, third part is called isthmus. These are the 3 parts of oviduct: infundibulum, ambula and isthmus. ഓവിഡക്റ്റിൻ്റെ ഓരോ ഭാഗത്തെയും പ്രത്യേകതകൾ നോക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേരാണ് ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം ഈസ് എ ഫണൽ ഷേപ്ഡ് ഓപ്പണിംഗ്. It's a funnel shaped opening and it ends with many finger-like projections. That projections is called fimbriae. The finger-like projections of the infundibulum is called fimbriae. These fimbriae help to collect ovum. ഈ ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓവത്തെ പിടിക്കുന്നത് ഈ ഫിംബ്രിയ എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസാണ്. രണ്ടാമത്തെ ഭാഗമാണ് ആംബ്യുള. ആംബ്യുള ഈസ് എ വൈഡർ പാർട്ട്. കുറച്ച് വീതി കൂടിയ, ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വീതി കൂടിയ ഭാഗമാണ് ആംബ്യുള. ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് കോൾഡ് ഇസ്തുമസ്. ഇറ്റ് ഇസ് എ നാരോ പാർട്ട്. ഇറ്റ് ജോയിൻ ടു യൂട്രസ്. ഇത് ഈ ഇസ്തുമസ് എന്ന് പറയുന്ന ഈ ഒരു ട്യൂബിൻ്റെ അറ്റഭാഗമാണ് യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പേരുകൾ ഈ ഓവിഡക്റ്റ് ഫെലോപ്പിയൻ ട്യൂബുമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഇൻഫണ്ടിബുലം. ഇറ്റ് ഈസ് എ ഫണൽ ഷേപ്ഡ് ഓപ്പണിംഗ്. It has many finger-like projections that is called fimbriae. It helps to collect ovum. And second part is called ambula. Ambula, it is a wider part. And third part is called isthmus. It is a narrow part that join to uterus. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതിപ്പോൾ ഒരു ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു പാർട്ട് മാത്രം ഞാൻ വരച്ചതാണ്. ഈ ഫെലോപ്പിയൻ ട്യൂബിനകത്ത് അല്ലെങ്കിൽ ഓവിഡക്റ്റിനകത്ത് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ടായിരിക്കും. സീലിയേറ്റഡ്, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസൊക്കെ പഠിച്ച സമയത്ത് അന്ന് പഠിച്ചതാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. അന്ന് പഠിച്ചിട്ടുണ്ട്. സീലിയേറ്റഡ് എപ്പിത്തീലിയം പ്രത്യേകം എന്താണ്? എന്തെങ്കിലും വസ്തുക്കളെ പ്രത്യേക ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. അന്ന് നമ്മൾ എക്സാമ്പിൾ പഠിച്ച ഒരു ഭാഗമാണ് ഫെലോപ്പിയൻ ട്യൂബ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിന് എക്സാമ്പിൾ പഠിച്ച ഒരു പാർട്ടാണ് ഈ ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൽ ഗാമൈറ്റ് ആയ സ്പേമിന് മോട്ടൈൽ കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഫീമെയിൽ ഗാമൈറ്റിന് എന്തില്ല? മോട്ടിലിറ്റി ഇല്ല. ഇറ്റ്സ് എ നോൺ മോട്ടൈൽ. ഈ നോൺ മോട്ടൈലായ ഈ ഓവത്തെ എന്ത് ചെയ്യണം? യൂട്രസിൻ്റെ ഡയറക്ഷനിലേക്ക് എത്തിക്കണം, അല്ലേ? അപ്പോൾ സ്വയം ചലിക്കാൻ ശേഷിയില്ലാത്ത ഓവാണ്. അപ്പോൾ അതിനെ യൂട്രസിലേക്ക് എത്തിക്കണം. ആ എത്തിക്കണത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ഓവിഡക്റ്റിൻ്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. സോ ദ സീലിയേറ്റഡ് എപ്പിത്തീലിയം, it helps to drive the ovum towards the uterus.
ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്സസറി ഡക്റ്റിലെ രണ്ടാമത്തെ ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യൂട്രസ് ഓർ വോംബ്. യൂട്രസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ ചോദിച്ചാൽ, ഇറ്റ് ഇസ് എ സിംഗിൾ, ഒരു ഫീമെയിൽ ബോഡിക്കകത്ത് ഒരു യൂട്രസേ കാണപ്പെടുകയുള്ളൂ. ഇറ്റ്സ് എ സിംഗിൾ ആൻഡ് ഇറ്റ് ഈസ് ഹോളോ. ഹോളോ മീൻസ് ഉള്ളു പൊള്ളയായിട്ടായിരിക്കും ഉണ്ടാവുക. അതിനകത്താണ് ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഹോളോ ഓർഗൻ ആൻഡ് ഇറ്റ്സ് എ മസ്കുലാർ മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഹോളോ ആയിട്ടുള്ള സിംഗുലർ ഓർഗനാണ് യൂട്രസ്. ആൻഡ് ഇറ്റ് ഹാസ് ഷേപ്പ് ജസ്റ്റ് ലൈക്ക് ഇൻവേർട്ടഡ് പിയർ ഷേപ്പാണ്. ഇൻവേർട്ടഡ് പിയർ ഷേപ്പിൽ കാണപ്പെടുന്ന ഓർഗനാണ് യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെൻറ്റ്സ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. യൂട്രസിനെ ലിഗമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പെൽവിക് വാളുമായിട്ട്, ശരീരത്തിൻ്റെ ബോഡിയുടെ പെൽവിക് വാളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിന് മൂവ്മെൻറ്റുകളോ ഒന്നും സംഭവിക്കില്ല എന്നതാണ്. അപ്പോൾ യൂട്രസ് ഈസ് സപ്പോർട്ടഡ് ബൈ ligaments and attached to the pelvic wall. Normally uterus has 8 cm long and 5 cm breadth and 2 cm thickness. 8 cm നീളവും 5 cm വീതിയുള്ള ഒരു ഓർഗനാണ് യൂട്രസ്. പക്ഷേ യൂട്രസ് പ്രത്യേകം എന്താ വെച്ചാൽ അതിൻ്റെ 500 ടൈംസ് അതിനെ എൻലാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഗർഭത്തിലിരിക്കുന്ന ഈ ഫീറ്റസിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് യൂട്രസിന് വലിപ്പം സംഭവിക്കാൻ കാരണം. ഇത്രയും കാര്യങ്ങളാണ് യൂട്രസിൻ്റെ ആദ്യ ഭാഗങ്ങളായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. യൂട്രസ് ഹാസ് 3 പാർട്സ്. യൂട്രസിനെ നമ്മൾ 3 ഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഓവിഡക്റ്റിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ യൂട്രസിനും 3 ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ യൂട്രസ് നമുക്ക് 3 പാർട്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ അപ്പർ പാർട്ടിനെ പറയുന്ന പേരാണ് ഫണ്ടസ് എന്ന് പറയാം. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഈ മുകൾ ഭാഗമാണ് ഫണ്ടസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡോം ഷേപ്പ്ഡ് പാർട്ടിനെയാണ് ഫണ്ടസ് എന്ന് പറയും. ഡോം ഷേപ്പ്ഡ് അപ്പർ പാർട്ടിനെ ഫണ്ടസ് എന്ന് പറയും. സെക്കൻഡ്, മിഡിൽ പാർട്ട് ഈസ് കോൾഡ് ബോഡി. ഇറ്റ് ഈസ് എ എക്സ്പാൻഡഡ് പോർഷൻ എൻക്ലോസ് ദ യൂട്രൈൻ ക്യാവിറ്റി. യൂട്രസിൻ്റെ ക്യാവിറ്റി ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ബോഡി എന്ന് പറയുന്നത്. ടെർമിനൽ പാർട്ട് ഈസ് കോൾഡ് സെർവിക്സ്. അപ്പർ ഫണ്ടസ്, മിഡിൽ body and terminal cervix. Uterus is totally made up of muscles. This uterine wall has 3 layers. യൂട്രസിൻ്റെ വാളിന് 3 ലെയറുകളുണ്ട്. ഏതൊക്കെയാണ് 3 ലെയറുകൾ നോക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിമെട്രിയം എന്ന് പറയും. പെരിമെട്രിയം, ഔട്ടർ തിൻ ലെയർ. ഔട്ടർ തിൻ ലെയറിനെയാണ് നമ്മൾ, ഏറ്റവും പുറമെയുള്ള തിന്നായിട്ടുള്ള ലെയറിനെയാണ് നമ്മൾ പെരിമെട്രിയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മിഡിൽ ലെയർ ഈസ് കോൾഡ് മയോമെട്രിയം. മിഡിൽ ലെയറിനെ പറയുന്ന പേരാണ് മയോമെട്രിയം. പേര് പോലെ തന്നെ മയോ മീൻസ് മസിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ മിഡിൽ തിക്കായിട്ടുള്ള തിക്ക് മസ്കുലാർ ലെയർ. Muscular layer is called myometrium. അപ്പോൾ it is a middle thick muscular layer made up of smooth muscles. സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തിക്കായിട്ടുള്ള മിഡിൽ ലെയറിനെയാണ് നമ്മൾ മയോമെട്രിയം എന്ന് പറയാം. ആൻഡ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. Innermost layer is called endometrium. Is the innermost layer. It has glands and blood vessels. So it is called innermost glandular and vascular layer. Is the inner glandular and vascular layer. Vascular means it has blood vessels. Okay. അതുകൊണ്ടാണ് vascular layer എന്ന് പറയുന്നത്. അപ്പോൾ these are the 3 layers of uterus: perimetrium, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ 3 ലെയറുകളും നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും. ഏറ്റവും ഔട്ടർ ലെയറാണ് പെരിമെട്രിയം, മിഡിൽ മസിൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മയോമെട്രിയം, ആൻഡ് ഇന്നർ ഗ്ലാൻഡുലർ ആൻഡ് വാസ്കുലർ ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിൻ്റെ പ്രത്യേകത, എൻഡോമെട്രിയം undergoes cyclic changes
ഡ്യൂറിങ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ഓരോ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്തും ഈ എൻഡോമെട്രിയമാണ് പീൽ ചെയ്തിട്ട് പോരുന്നത്, പറഞ്ഞു പോരാണ് ചെയ്യുക. പിന്നെ അടുത്ത മാസമാകുമ്പോഴേക്ക് പുതിയ എൻഡോമെട്രിയം അവിടെ ഫോം ചെയ്തിരിക്കും. മാത്രമല്ല, ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് അറ്റാച്ച്ഡ് ഓൺ ദ എൻഡോമെട്രിയൽ വാൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്ലാന്റേഷൻ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതും എവിടെയാണ്? എൻഡോമെട്രിയത്തിലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ലെയറാണ് എൻഡോമെട്രിയം. മയോമെട്രിയം എക്സിബിറ്റ്സ് സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ബർത്ത് ഓഫ് ബേബി. ഈ പ്രസവ സമയത്ത് ഈ യൂട്രസ് ഇങ്ങനെ ചുരുങ്ങണം, ഇങ്ങനെ ചുരുങ്ങുമ്പോഴാണ് കുഞ്ഞ് പുറത്ത് പോരുന്നത്. അപ്പോൾ ഇതിനെ ഈ ചുരുങ്ങാൻ വേണ്ടിയിട്ട് കൺട്രാക്ഷൻ, സ്മൂത്ത് മസിലാണ്, നമുക്ക് നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. ആ ഒരു കൺട്രാക്ഷനെ ഈ മയോമെട്രിയത്തിൻ്റെ മസിൽസാണ് സഹായിക്കുന്നത്. അത് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഡെലിവറി ഓഫ് ബേബി സംഭവിക്കുന്നത്. യൂട്രസിൻ്റെ ലോവർ ഭാഗമാണ് സെർവിക്സ്. സെർവിക്സ് ഓപ്പൺ ടു വജൈന. ഇറ്റ് ഈസ് എ നാരോ പോർഷൻ. സെർവിക്സ് ഈസ് എ നാരോ പോർഷൻ ഓഫ് യൂട്രസ്. ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് എ നാരോ പോർഷൻ ഓഫ് ദ യൂട്രസ് ഈസ് കോൾഡ് സെർവിക്സ്. The cavity of cervix is called cervical canal, which along with the vagina to form birth canal. ഇതിലൂടെയാണ് ഈ കുഞ്ഞ് പുറത്തു പോരുന്നത്. ഈ സെർവിക്കൽ കനാലും വജൈനയും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭാഗമാണ് ബർത്ത് കനാൽ, ത്രൂ വിച്ച് ദ ഡെലിവറി ഓഫ് ബേബി ഈസ് ഒക്കർ. ദ ബേബി ഈസ് കം ഔട്ട് ത്രൂ ദിസ് ബർത്ത് കനാൽ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്സസറി ഡക്റ്റിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് വജൈന. വജൈന ഈസ് ആൻ എലാസ്റ്റിക് മസ്കുലർ ട്യൂബ് ഇൻ ടു വിച്ച് ദ യൂട്രസ് ഓപ്പൺ. യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന എലാസ്റ്റിക്കായ മസ്കുലർ ട്യൂബാണ് വജൈന എന്ന് പറയുന്നത്. ഇറ്റ് ഓപ്പൺ എക്സ്റ്റീരിയർ ബിറ്റ്വീൻ യുറേത്ര ആൻഡ് ആനസ്. ആനസിനും യുറേത്രയ്ക്കും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് വജൈന. യൂട്രസ് തുറക്കുന്നത് വജൈനയിലേക്കായിരിക്കും. ഡ്യൂറിങ് സെക്ഷൽ ആക്ട് ദിസ് വജൈന റിസീവ് സെമൻ ആൻഡ് ഇറ്റ് അലൗസ് ദ മെൻസ്ട്രൽ ഫ്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുന്നത് വജൈനയിലൂടെയാണ്. മെൻസ്ട്രൽ ഫ്ലോ സംഭവിക്കുന്നതും സെമനെ റിസീവ് ചെയ്യുന്നതും വജൈനയിലൂടെയാണ്. മാത്രമല്ല, ഇറ്റ് ആൾസോ സേവ് ആസ് ബർത്ത് കനാൽ ഡ്യൂറിങ് ദ പെർച്ചുറേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ സെർവിക്കൽ കനാലിൽ നിന്ന് ഈ ബർത്തിൻ്റെ സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് പോരുന്നതും ഈ വജൈന എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണ്. ദ ലൂമൻ ഓഫ് വജൈന ഈസ് ലൈൻഡ് ബൈ ഗ്ലൈക്കോജൻ റിച്ച് മ്യൂക്കസ് മെംബ്രെയിൻ. ദിസ് മ്യൂക്കസ് മെംബ്രെയിൻ കൺസിസ്റ്റിംഗ് highly sensitive papillae. This mucous membrane consisting highly sensitive papillae. പാപ്പില്ലേ കേട്ടിട്ടുണ്ടോ? നമ്മൾ നാക്കിനകത്തൊക്കെ ടേസ്റ്റ് അറിയുന്ന പാപ്പില്ലേസ് ഉള്ളതുപോലെ തന്നെ ഈ വജൈനയുടെ ലൂമിനകത്ത് ഹൈലി സെൻസിറ്റീവ് പാപ്പില്ലേസ് ഉണ്ട്. ഈ സെൻസിറ്റീവ് പാപ്പില്ലേസ് ഉണ്ടായത് കൊണ്ടാണ് സെക്ഷൽ ആക്ടിൻ്റെ സമയത്ത് കൂടുതൽ എക്സൈറ്റേഷൻ ലഭിക്കാനുള്ള കാരണം. അതോടൊപ്പം ഇറ്റ് ആൾസോ ഹാവ് എ ഗ്ലാൻഡ് ദാറ്റ്സ് കോൾഡ് Bartholin's gland. This gland is homologous to Cowper's gland in male. പുരുഷൻ്റെ കൗപ്പേഴ്സ് ഗ്ലാൻഡിനോട് ഹോമോലോഗസ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് ബർത്തോളിൻസ് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്താ ചോദിച്ചാൽ ദ സെക്രീഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ് പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ ടു ദ പെനിസ് ഡ്യൂറിങ് സെക്ഷൽ ആക്ട് ആൻഡ് ദ സെക്രീഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ് കൗണ്ട്രാക്ട് ദ യൂറിനറി അസിഡിറ്റി. ഇത്രയും കാര്യങ്ങളാണ് വജൈന എന്ന് പറയുന്ന ഭാഗവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ വജൈന കണ്ടെയ്ൻ ഗ്ലൈക്കോജൻ റിച്ച് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ദീസ് മ്യൂക്കസ് മെംബ്രെയിൻ ഹാവ് സെൻസിറ്റീവ് പാപ്പില്ലേസ് ആൻഡ് ബർത്തോളിൻ ഗ്ലാൻഡ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇറ്റ് ഹാസ് ദ ഫോളോയിങ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് മോൺസ് പബിസ്. മോൺസ് പബിസ്. സെക്കൻഡ് പാർട്ട് ഫീമെയിൽ എക്സ് ജെനൈറ്റാലിയയുടെ രണ്ടാമത്തെ ഭാഗമാണ് ലാബിയ മെജോറ. ലാബിയ മെജോറ. തേർഡ് പാർട്ട് ഈസ് കോൾഡ് ലാബിയ മൈനോറ. ലാബിയ മെജോറ, ലാബിയ മൈനോറ. ആൻഡ് ഫോർത്ത് പാർട്ടിനെ പറയുന്ന പേരാണ് ഹൈമൻ.
And fifth part is called clitoris. Clitoris. These are the 5 parts of female external genitalia. ഓരോ ഭാഗത്തെയും കുറിച്ച് മിനിമം ഒരു സെൻറ്റൻസെങ്കിലും ചെറിയ പോയിൻ്റെങ്കിലും നമ്മൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ ഭാഗം മോൺസ് പബിസ്. It is a cushion of fatty tissues which covered by pubic hairs. Labia majora is a fleshy fold of tissue. It extends from mons pubis and surround the vaginal opening. അപ്പോൾ വജൈനൽ ഓപ്പണിങ്ങിനെ ചുറ്റിക്കാണുന്ന ഒരു ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ ലാബിയ മെജോറ എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ ഹാവ് ഫാറ്റി ടിഷ്യൂസ് ആൻഡ് ഔട്ടർ ഹാസ് സ്മോൾ ഹെയർസ്. ചെറിയ ഹെയർസ് കാണപ്പെടുന്ന ഫാറ്റി ടിഷ്യൂ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വജൈനൽ ഓപ്പണിങ്ങിന് ചുറ്റും കാണപ്പെടുന്ന ഫ്ലഷി ടിഷ്യൂസിനെയാണ് നമ്മൾ ലാബിയ മെജോറ എന്ന് പറയുന്നത്. Labia minora is a small, thin and hairless tissue just under the labia majora. Then അടുത്ത പാർട്ടാണ് hymen. Is otherwise called maiden head. മലയാളത്തിൽ കന്യക ചർമ്മം എന്ന് പറയുന്ന സംഭവമാണ് hymen. Hymen is a thin mucous membrane which partially cover the വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്യുന്ന വളരെ തിന്നായിട്ടുള്ള ഒരു മ്യൂക്കസ് മെംബ്രെയിനാണ് ഹൈമൻ അല്ലെങ്കിൽ മെയ്ഡൻ ഹെഡ്, കന്യകാ ചർമ്മം എന്ന് പറയുന്ന സംഭവം. ഇറ്റ് ഓഫൺ ബ്രേക്ക് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇൻ്റർകോഴ്സ്. ഈ ഹൈമൻ എന്ന് പറയുന്ന ഇറ്റ്സ് എ വളരെ തിന്നായ മ്യൂക്കസ് മെംബ്രെയിനാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത് പലപ്പോഴും പെട്ടെന്ന് ഒരു സഡൻ ഫോൾ സംഭവിക്കുമ്പോഴോ ഇപ്പോൾ കഠിനമായി തൊഴിൽ ചെയ്യുന്നവരിലോ അതുപോലെ ഈ സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരു പക്ഷേ ഈ ഹൈമൻ എന്ന് പറയുന്ന ഈ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്തേക്കാം. ഇനി ചില സ്ത്രീകളിൽ സെക്ഷലി ഇൻ്റർകോഴ്സ് നടന്നാലും ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഹൈമൻ എന്നുള്ളത് വെർജിനിറ്റിയുടെ ഒരു സിമ്പലായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുന്നൊരു വിഷയമാണ് ഹൈമൻ, കന്യകാചർമ്മം എന്നൊക്കെ. അപ്പോൾ സോ ഹൈമൻ ഈസ് എ നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ദ വെർജിനിറ്റി എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കുക, മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അടുത്ത ഭാഗമാണ് ക്ലിറ്റോറിസ്. It is a highly sensitive organ just in front of the urethral opening. Urethral openingൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഓർഗനാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നൊരു ഭാഗം. ഇറ്റ് ഈസ് ഹോമോലോഗസ് ടു മെയിൽ പെനിസ്. പുരുഷൻ്റെ പെനിസിനോട് ഏകദേശം സാമ്യമുള്ള ഒരു ഓർഗനാണ് ക്ലിറ്റോറിസ്. ഇറ്റ്സ് എ ഹൈലി സെൻസിറ്റീവ് ഓർഗൻ ഇൻ ഫീമെയിൽ ബോഡി. ഡ്യൂറിങ് സെക്ഷൽ ആക്ട് ഇറ്റ് ഹെൽപ് ടു ദ more excitement. These are the 5 parts of external genitalia: mons pubis, labia majora, labia minora, hymen and clitoris. Hymen is otherwise called maiden head. ഇത്രയും ഭാഗങ്ങളാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതിൻ്റെ അസോസിയേറ്റഡ് ആയ ഭാഗങ്ങളെയും കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പേരുകളും നിങ്ങൾ ഓർക്കുക. ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കുക, നിങ്ങളെ നോട്ട്ബുക്കിൽ വരച്ചു വെക്കുക. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.